നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിർണായക നീക്കവുമായി കേന്ദ്രം. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു. അലോക് ജോഷി സമിതി ചെയർമാൻ. ഭാരതം പുറത്താക്കി 25 പാക് നയതന്ത്ര ഉദ്യോഗസ്ഥർ മടങ്ങി. പഹൽഗാം ഭീകരർക്ക് തൊട്ടടുത്ത് സുരക്ഷാ സേന. കുൽഗാം മലനിരകൾ വളഞ്ഞു. ജീവനോടെ പിടികൂടാൻ നിർദ്ദേശം. ഭീകരർ ഉപയോഗിക്കുന്നത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനമെന്ന് റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ ഇ തൈബ കമാൻഡർ ഫാറൂഖ് അഹമ്മദിന് നിർണായക പങ്ക് സ്ഥിരീകരിച്ച് NIA വൃത്തങ്ങൾ. ഭീകരർക്ക് സഹായമൊരുക്കിയത് ഫാറൂഖിന്റെ സ്ലീപ്പർ സെല്ലുകൾ. പകരം വീട്ടാൻ ഭാരതം. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി ഉടനെന്ന് സൂചന. പടപ്പുറപ്പാടിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് നാവികസേന. പരിഭ്രാന്തിയിൽ പാകിസ്ഥാൻ. പാകിസ്ഥാനെതിരെ നടപടി ഘടിപ്പിച്ച് ബലോച്ച് വിമോചന പോരാളികളും. പൊതു സെൻസസിനൊപ്പം ജാതി വിവരങ്ങൾ കൂടി ശേഖരിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. നീക്കം കേന്ദ്രമന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനമനുസരിച്ചെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. കോൺഗ്രസ് ജാതി സെൻസസിലെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നുവെന്നും അശ്വിനി വൈഷ്ണവ്. നിർണായക യോഗങ്ങൾ. പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനലിന് ഭാരതത്തിൽ നിരോധനം. തീരുമാനം ഇന്ത്യ വിരുദ്ധാശയങ്ങൾ പ്രചരിപ്പിച്ചതിന് നടപടി. 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചതിന് പിന്നാലെ. NSUI JNU യൂണിറ്റ് പിരിച്ചുവിട്ടു. കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനാ യൂണിറ്റ് പിരിച്ചുവിട്ടത് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ. വിശദമായ വാർത്തയിലേക്ക്. ഭീകരതയ്ക്ക് മാപ്പില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ സുസജ്ജമായി ഭാരതം. അതിർത്തിയിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നു. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. ഇന്നലെ ചേർന്ന നിർണായക യോഗത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സായുധ സേനയ്ക്ക് നൽകിയതോടെ അതിർത്തി മേഖലകളിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി. സമുദ്ര അതിർത്തിയിൽ പടക്കപ്പലുകൾ വിന്യസിച്ചുകൊണ്ടുള്ള ചിത്രം പുറത്തുവിട്ടുകൊണ്ട് ദൗത്യം ഉടനുണ്ടാകുമെന്ന് നാവികസേന സൂചന നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്നുകൊണ്ട് സൈനിക നീക്കങ്ങളും പ്രതിരോധ നടപടികളും വിലയിരുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് 2ാം തവണയാണ് സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നത്. കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേശക സമിതി കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷിയാണ് ചെയർമാൻ. മുൻ വെസ്റ്റേൺ എയർ കമാൻഡർ എയർ മാർഷൽ PM സിൻഹ, മുൻ ദക്ഷിണാർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ AK സിംഗ്, സായുധ സേനയിൽ നിന്നുള്ള റിയർ അഡ്മിറൽ മോണ്ടി ഗന്ന എന്നിവരും 7-അംഗ സമിതി അംഗങ്ങളാണ്. അതേസമയം ഭാരതത്തിന്റെ തയ്യാറെടുപ്പുകൾ കണ്ട യുദ്ധഭീതിയിലാണ് പാകിസ്ഥാൻ. ഇന്ത്യ യുദ്ധത്തിനൊരുങ്ങുന്നതായും ഐക്യരാഷ്ട്രസഭ വിഷയത്തിൽ ഇടപെടണമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ ഇ തൈബ കമാൻഡർ ഫാറൂഖ് അഹമ്മദിന്റെ ഇടപെടൽ സ്ഥിരീകരിച്ച് NIA. ഫാറൂഖ് അഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഭീകരവാദികളെ പ്രാദേശികമായി സഹായിച്ചതായി കണ്ടെത്തി. കേസിൽ കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളും പാക് ചാര സംഘടന ISIയും സംയുക്തമായാണ് പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് NIAയും ഇന്റലിജൻസ് ഏജൻസികളും ഇതിനോടകം റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിറകെയാണ് കശ്മീർ സ്വദേശിയും ലഷ്കർ ഇ തോയ്ബ കമാൻഡറുമായ ഫാറൂഖ് അഹമ്മദിന്റെ ഇടപെടൽ കേസിൽ NIA സ്ഥിരീകരിച്ചത്. ഫാറൂഖ് അഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലുകൾ കശ്മീരിൽ ഭീകരവാദികൾക്ക് പ്രാദേശികമായി സഹായം നൽകി. ഇവരെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. ഫാറൂഖ് അഹമ്മദ് നിലവിൽ പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ ഉണ്ടെന്നാണ് ഏജൻസികളുടെ നിഗമനം. വടക്കൻ കശ്മീരിൽ കുപ്വാര ജില്ലയിലെ കലറൂസ് മേഖലയിൽ അഹമ്മദിന്റെ വീട് സുരക്ഷാസേന അടുത്തിടെ ഇടിച്ചു നിരത്തിയിരുന്നു. ഇയാൾക്ക് പാകിസ്ഥാനിൽ ആയുധ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും സെയ്ഫുള്ള കസൂരി ഉൾപ്പെടെയുള്ളവരുമായി അടുത്ത ബന്ധമുണ്ടെന്നുമാണ് കരുതുന്നത്. ജനം, ഡൽഹി.
പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ കുൽഗാം ജില്ലയിലെ മലനിരകളിലുണ്ടെന്ന് സുരക്ഷാ സേന. പ്രത്യേക ദൗത്യ സംഘം പ്രദേശം വളഞ്ഞു. ഭീകരരെ ജീവനോട് പിടികൂടാൻ ശ്രമിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ തുടർച്ചയായ 6ാം ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. നൌഷേര, സുന്ദർബാനി, അഗ്നൂർ മേഖലകളിലാണ് വെടിവയ്പ്. ഭാരതം അതിശക്തമായി തിരിച്ചടി നൽകി. തിരിച്ചടിക്കാൻ ഭാരത സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയതോടെ ഭയന്നു വിറച്ച് പാകിസ്ഥാൻ. മണിക്കൂറുകൾക്കകം തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന ഭീതി തുറന്നു സമ്മതിച്ച് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അത്താവുള്ള തരാർ. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇടപെടൽ സമ്മതിക്കാൻ തരാർ തയ്യാറായിട്ടില്ല. Pakistan has credible intelligence that India intends carrying out military action against Pakistan in the next 24 to 36 hours on the pretext of baseless and concocted allegations of involvement in the Pahalgam incident. വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചാണ് പാകിസ്ഥാൻ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അട്ടാവുള്ള തരാർ ഈ പ്രസ്താവന നടത്തിയത്. ഇന്നലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തിരിച്ചടി എവിടെ എപ്പോൾ വേണമെങ്കിലും തീരുമാനിക്കാനുള്ള അധികാരം സൈന്യത്തിന് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തരാറിന്റെ പ്രതികരണം. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ചൈനീസ് പിന്തുണയുള്ള നിലപാടിൽ തന്നെ തുടരുകയാണ് പാകിസ്ഥാൻ ഇപ്പോഴും എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. Pakistan open-heartedly offered a credible, transparent and independent investigation by a neutral commission of experts to ascertain the truth. ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ ഭാരതം ആക്രമിക്കുമെന്ന പരാതിയുമായി എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും നേരത്തെ ഭാരതത്തിന്റെ ആക്രമണമുണ്ടാകുമെന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാനിലെ മുൻ സൈനിക കമാൻഡോ ഉൾപ്പെട്ടുവെന്നതിനോട് ഇതുവരെ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പഹൽഗാം ഭീകരാക്രമണത്തെ വീണ്ടും അപലപിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരെ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിച്ചു. സംഘർഷം വർദ്ധിക്കുന്നതിന് ആശങ്ക ഉളവാക്കുന്നുവെന്നും ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നും സംഘർഷം ലഘൂകരിക്കാൻ ഇടപെടാമെന്നും UN അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് UK MP ബോബ് ബ്രാക്ക്മാൻ പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരതയെ തുടച്ചു നീക്കുന്നതിൽ ഭാരതത്തിന് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് അദ്ദേഹം UK സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനൽ നിരോധിച്ചു. ഇന്ത്യ വിരുദ്ധാശയങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് നടപടി. കഴിഞ്ഞ ദിവസം 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചിരുന്നു. ഇവരുമായി ഗൗതം അനന്തനാരായണൻ ചിരികയാണ്. ഗൗതം, ഇന്ത്യ വിരുദ്ധ ഇടപെടൽ നടത്തിയതിനാണ്, ആശയങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് നിരോധനം. മറ്റു വിവരങ്ങൾ കൂടി. പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദി പലപ്പോഴും ഇന്ത്യ വിരുദ്ധവും അതോടൊപ്പം തന്നെ ഹിന്ദു വിരുദ്ധവുമൊക്കെയായ ആശയപ്രചരണങ്ങൾ നടത്തുന്ന വിവാദങ്ങളിൽ എപ്പോഴും പെടുന്ന ഒരു ക്രിക്കറ്റ് താരമാണ്. ഇദ്ദേഹം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായി ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ തന്നെ അപ്പോൾ പാകിസ്ഥാന്റെ തലയിൽ ചാരുന്നതാണ് പൊതുശൈലി തുടങ്ങിയ പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തി. ഇതിനെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാനെ പോലുള്ളവർ ശക്തമായ മറുപടി അഫ്രീദിക്ക് നൽകിയിരുന്നു. അഫ്രീദി സ്വന്തം രാജ്യത്തെ ദയനീയ അവസ്ഥ നോക്കുന്നതിന് പകരം ഇന്ത്യയെ വിമർശിക്കാൻ വരേണ്ടതില്ല എന്നായിരുന്നു ശിഖർ ധവാൻ നൽകിയ മറുപടി. ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധമായ ആശയങ്ങൾ തുടർച്ചയായി ഇയാൾ സോഷ്യൽ മീഡിയയിലും ഇയാളുടെ യൂട്യൂബ് ചാനലിലും നടത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഷഹീദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം നിരോധിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ മുൻനിര മാധ്യമങ്ങളുടെ 16 യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഡോൺ ന്യൂസും അതോടൊപ്പം തന്നെ ഈ സ്കൈ ന്യൂസ് തുടങ്ങിയ ആര്യ TV തുടങ്ങിയ പാകിസ്ഥാനിലെ മുൻനിര മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളാണ് കഴിഞ്ഞ ദിവസം ഭാരതം നിരോധിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ ക്രിക്കറ്റ് താരത്തിന്റെ യൂട്യൂബ് ചാനലിലും നിരോധനം ഏർപ്പെടുത്തിയത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ 16 യൂട്യൂബ് ചാനലുകൾ നേരത്തെയും നിരോധിച്ചിരുന്നു. ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന് ഇപ്പോൾ ഷഹീദ് അഫ്രീദിയുടെ
ചാനൽ കൂടി നിരോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരു ചാനലും ഒരു മാധ്യമങ്ങളും ഭാരതത്തിൽ വേണ്ട എന്നുള്ള കർക്കശമായ ഒരു നിലപാടൊപ്പം താക്കീത് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്, അല്ലേ? KP പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം കടുത്ത നിലപാടാണ് പാകിസ്ഥാനെതിരെ കൈക്കൊള്ളുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ സിന്ധു നദീജല കരാറിൽ നിന്നും ഭാരതം പിന്മാറി. അതോടൊപ്പം തന്നെ നമുക്കറിയാം വാഗ അതിർത്തി അടയ്ക്കുന്നതും ഇന്ത്യയിൽ തങ്ങിയിരുന്ന പാകിസ്ഥാൻ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് തിരികെ മടങ്ങുക തുടങ്ങിയ ശക്തമായ നിർദ്ദേശങ്ങൾ ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ഇതോടൊപ്പമാണ് ഈ പാകിസ്ഥാനിലെ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. കാരണം ഈ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തനത്തെയും ആ ഭീകരപ്രവർത്തനത്തിന് സാമ്പത്തിക അതോടൊപ്പം തന്നെ കായികവുമായി ഒക്കെയുള്ള സഹായങ്ങൾ നൽകുന്ന പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തെയും പിന്തുണയ്ക്കുന്ന ഇത്തരം ചാനലുകൾ തുടർച്ചയായി ഭാരതവിരുദ്ധമായ കണ്ടന്റുകൾ നൽകുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ രാജ്യത്ത് മതസ്പർദ്ധ വളർത്താനും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾ തകരാനുമെല്ലാം കാരണമാകും എന്ന് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം 16 യൂട്യൂബ് ചാനലുകൾ ബാൻ ചെയ്തത്. ഇതോടൊപ്പം ഇന്നിപ്പോൾ ഈ ഷാഹിദ് അഫ്രീദി ഇയാൾ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി വരികയായിരുന്നു. ഇയാളുടെ യൂട്യൂബ് ചാനലും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പ്രതികരണങ്ങളെ തള്ളി നാഷണൽ കോൺഫറൻസും തൃണമൂലും ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണി പാർട്ടികൾ. കോൺഗ്രസിൻ്റേത് തരം താഴ്ന്ന പ്രവൃത്തിയെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും വിമർശിച്ചു. കോൺഗ്രസിന്റെ പ്രതികരണം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ വിമർശനങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം ഒരുമിച്ച് നിന്ന് മറുപടി നൽകുമ്പോഴാണ് പ്രധാനമന്ത്രിയെയും സുരക്ഷാ സേനയെയും വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യമുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് നടത്തിയത്. ഇതിനെ രൂക്ഷമായ ഭാഷയിൽ BJP വിമർശിച്ചതിന് പിറകെയാണ് ഫാറൂഖ് അബ്ദുള്ള, മായാവതി തുടങ്ങി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ തന്നെ കോൺഗ്രസിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാതായി എന്ന കോൺഗ്രസിന്റെ വാദത്തെ നാഷണൽ കോൺഫറൻസ് മേധാവി ഫാറൂഖ് അബ്ദുള്ള തന്നെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തെ എവിടെയാണ് കാണാതായത്? അദ്ദേഹം ഡൽഹിയിലുണ്ടെന്ന് എനിക്കറിയാമെന്നും പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന ഏത് നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ഫാറൂഖ് അബ്ദുള്ള വ്യക്തമാക്കി. കോൺഗ്രസിന് ഏത് രീതിയിലും തരം താഴാൻ കഴിയുമെന്ന് തെളിയിച്ചതായും സിദ്ധരാമയ്യ ഉൾപ്പെടെ ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ പാകിസ്ഥാന് സഹായമായെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. कांग्रेस पार्टी का कितना लो लेवल पर वो गिर सकते हैं वो तो इसके और ज़्यादा उदाहरण हमको नहीं चाहिए. इट इज़ दी लोएस्ट लेवल ऑफ वो तो कितना वो गिर सकते हैं इसका एक उदाहरण है. मैं इतना ही कहना चाहता हूँ. വിവാദമായതോടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ കോൺഗ്രസ് പിൻവലിച്ചു. കൂടാതെ കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കിയതും പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾക്ക് കോൺഗ്രസിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രവർത്തകർക്കും നേതാക്കൾക്കും AICC മാർഗനിർദ്ദേശം പുറത്തിറക്കി. ജനം, ഡൽഹി. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളെ ജീവനോട് തന്നെ പിടികൂടാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സംഭവത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ഭീകരന്മാരെ ജീവനോട് പിടികൂടേണ്ടത് അനിവാര്യമാണ്. അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ കുൽഗാം മലനിരകളിൽ തുടരുകയാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭീകരവാദികൾ വനത്തിനുള്ളിലൂടെയാണ് രക്ഷപ്പെട്ടത്. ആദ്യം അനന്തനാഗ് മേഖലയിലേക്കും പിന്നീട് ത്രാൽ ഗ്രാമത്തിലേക്കുമാണ് ഭീകരർ കടന്നത്. ത്രാലിൽ പ്രത്യേക ദൗത്യ സംഘത്തിന് മുന്നിൽപ്പെട്ട ഭീകരർ വെടിയുതിർത്തു. സൈന്യത്തിന്റെ കമാൻഡോ സംഘം പ്രത്യാക്രമണം നടത്തി. ഭീകരരെ ഇവിടെ വെച്ച് വധിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലും സൈന്യം അതിന് തയ്യാറായില്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ഭീകരന്മാരെ ജീവനോടെ പിടികൂടേണ്ടത് അനിവാര്യമാണ്. അതേസമയം ത്രാൽ മേഖലയിൽ നിന്നും രക്ഷപ്പെട്ട ഭീകരർ എത്തപ്പെട്ടത് കുൽഗാം മലനിരകളിലാണ്. നിലവിൽ ഈ പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. ചൈന നിർമ്മിത സാറ്റലൈറ്റ് ഫോണും ദിശാസൂചിക ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് ഭീകരർ സഞ്ചാരപാത തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ ചൈനീസ് നിർമ്മിത ആയുധങ്ങളും ഇവരുടെ പക്കലുണ്ട്. ജമ്മു മേഖലയിലേക്ക് കടന്ന ഭീകരർ കൂടുതൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച സൂചനകൾ. അതേസമയം ഇവർ ഉടൻ പിടിയിലാകുമെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. കുൽഗാം മലനിരകളിൽ രാപ്പകൽ ഭേദമില്ലാതെ തിരച്ചിൽ തുടരുകയാണ്. ജനം, ജമ്മു കാശ്മീർ. വാർത്തയിലേക്ക്. വരുന്ന പൊതു സെൻസസിനൊപ്പം ജാതി വിവരങ്ങൾ കൂടി ശേഖരിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹിയിൽ ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്.
കേന്ദ്രമന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനമനുസരിച്ചാണ് നീക്കമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ജാതി സെൻസസിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കണ്ടതെന്നും അദ്ദേഹം വിമർശിച്ചു. Then Prime Minister late Dr. Manmohan Singh ji had assured the Lok Sabha that the matter of caste census should be considered in the cabinet. A group of ministers was formed to consider this subject. Most of the political parties had recommended caste census. Despite this, Congress government decided to conduct only a survey of caste instead of a caste census. That survey is known as SECC. It is well understood that Congress and its Indie alliance partners have used caste census only as a political tool. According to Constitution of India, കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ചരിത്രപരമായ ഒരു തീരുമാനമാണ്, നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? KP, വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കൂടി നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ്. ജാതി സെൻസസ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് ഈ സുപ്രധാനമായ തീരുമാനം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം വിശദീകരിച്ചത്. രാജ്യത്ത് അവസാനമായി ജാതി സെൻസസ് പൂർണ്ണ രീതിയിൽ നടക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1931-ലാണ്. അതിനുശേഷം പിന്നീട് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1951 മുതൽ സെൻസസ് നടക്കുന്നുണ്ടെങ്കിലും ജാതി സെൻസസ് എന്ന നിലയിൽ അത് നടന്നിരുന്നില്ല. അതിനാൽ ഇതൊരു വലിയ തീരുമാനമാണ്. വർഷങ്ങളായി തന്നെ വിവിധ സംഘടനകൾ രാജ്യത്ത് ജാതി സെൻസസ് നടത്തണം എന്ന ഒരു ആവശ്യം പല ഘട്ടങ്ങളിലും മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2011 UPA സർക്കാർ ഈ കഴിഞ്ഞ സെൻസസിനൊപ്പം ജാതി സെൻസസ് എന്ന രീതിയിൽ ചില ഡോക്യുമെന്റുകൾ ശേഖരിച്ചുവെങ്കിലും അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. മാത്രമല്ല പല കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾ ജാതി സർവേ അടുത്ത കാലത്ത് നടന്നിരുന്നു. അതിനെ ജാതി സെൻസസായി കണക്കാക്കാൻ കഴിയില്ല എന്ന് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു. കാരണം സെൻസസ് നടത്താൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരുകൾക്ക് മാത്രമാണ്. അതിനാൽ സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നത് ജാതി സർവേ ആണ് എന്നാണ് കേന്ദ്രമന്ത്രി വിശദീകരിച്ചത്. എന്തായാലും വലിയ ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഗൗതമാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. NSUI JNU യൂണിറ്റ് പിരിച്ചുവിട്ടു. വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടന നേരിട്ടത്. ഇതിന് പിന്നാലെയായിരുന്നു പിരിച്ചുവിടൽ. വിശദാംശങ്ങളുമായി ഗൗതം തുടരുകയാണ്. ഗൗതം, വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ കനത്ത ആഘാതം, കനത്ത തോൽവിക്ക് പിന്നാലെയാണ് ഇപ്പോൾ യൂണിയൻ പിരിച്ചുവിട്ടിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. KP, കഴിഞ്ഞ JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് ABVP ആണ്. അതിന് പിന്നാലെ രണ്ടാം സ്ഥാനത്ത് അവിടെ ഇടത് വിദ്യാർത്ഥി സംഘടനകളും വിവിധ കൗൺസിലർ സീറ്റുകളിലേക്ക് വിജയിച്ചു. കൗൺസിലർ സീറ്റുകളുടെ കണക്ക് പരിശോധിച്ചാൽ 42 കൗൺസിലർ സീറ്റുകളിൽ 24 ABVP വിജയിച്ചത്. അതിന് താഴെയായി ഇടത് സംഘടനകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ NSUIക്ക് ഈ തവണയും JNU ക്യാമ്പസിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പ്രധാനപ്പെട്ട 4 സെൻട്രൽ പാനൽ സീറ്റിൽ NSUIക്ക് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. കൗൺസിലർ സീറ്റുകളിലും ദയനീയ പരാജയമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ ക്യാമ്പസിലെ യൂണിറ്റ് പിരിച്ചുവിടാൻ NSUIയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. മെയ് 9 നടക്കുന്ന റഷ്യയുടെ വിക്ടറി ഡേ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. ഭാരതം സുരക്ഷാ വെല്ലുവിളി നേരിടുന്ന സാഹചര്യമായതിനാലാണ് ആഘോഷങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതെന്നാണ് സൂചന. സന്ദർശനം സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഭാരതം നൽകിയിട്ടില്ല. ക്രെംലിൻ പ്രതിനിധി ഇക്കാര്യം സ്ഥിരീകരിച്ചു. അമേരിക്കയ്ക്ക് വേണ്ടി പോരാട്ടം തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയെ മഹത്തായ രാജ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരും. വിജയങ്ങൾ തുടരും തോറും പോരാട്ടവും ആവർത്തിക്കും. അമേരിക്ക ആർക്കും കീഴടങ്ങില്ലെന്നും ട്രംപ് പറഞ്ഞു. അധികാരത്തിലെത്തി 100 ദിവസം തികഞ്ഞ വേളയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ബംഗ്ലാദേശിൽ തടവിലായിരുന്ന ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസ് പ്രഭുവിന് ജാമ്യം. ബംഗ്ലാദേശ് ഹിന്ദു വിരുദ്ധ കലാപത്തിൽ പ്രതിഷേധിച്ചതിനായിരുന്നു അറസ്റ്റ്.
പ്രൊഫസർ സണ്ണി തോമസിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര. പരിശീലകനേക്കാൾ ഉപരി അദ്ദേഹം ഒരു ഉപദേഷ്ടാവും വഴികാട്ടിയുമായിരുന്നുവെന്ന് എക്സിൽ അഭിനവ് ബിന്ദ്ര കുറിച്ചു. കായിക രംഗത്തോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ സമർപ്പണം അന്താരാഷ്ട്ര ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് അടിത്തറ പാകിയെന്നും അഭിനവ് ബിന്ദ്ര പറഞ്ഞു. ഷൂട്ടിംഗ് രംഗത്തെ തന്റെ നേട്ടങ്ങളിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചതായും അഭിനവ് ബിന്ദ്ര കൂട്ടിച്ചേർത്തു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM എബ്രഹാമിനെതിരായ CBI അന്വേഷണത്തിന് സ്റ്റേ. മുൻകൂർ പ്രോസിക്യൂഷന് അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി. എബ്രഹാമിനെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിനെതിരെ CBI രജിസ്റ്റർ ചെയ്ത FIR സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന എബ്രഹാമിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി സ്റ്റേ അനുവദിച്ചത്. KM എബ്രഹാമിനെ അനുകൂലിച്ചുകൊണ്ട് അന്വേഷണത്തിന് സ്റ്റേ നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും കോടതിയിൽ വാദിച്ചു. സുപ്രീം കോടതിയുടെ തന്നെ മുൻകാല വിധിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ അറിയിച്ചു. വരുമാനത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് KM എബ്രഹാമിനോട് ചോദിച്ച കോടതി CBI, ജോമൻ പുത്തമ്പുരയ്ക്കൽ, സംസ്ഥാന സർക്കാർ തുടങ്ങി കേസിലെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് KM എബ്രഹാം നൽകിയ അപ്പീൽ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിച്ചത്. ജനം, ഡൽഹി. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.